അനുമോൾക്ക് അനുമോളൊരു വില അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഈ സ്റ്റാർ മാജിക് പോലത്തെ ഷോസിലും മറ്റൊക്കെ വർഷങ്ങളായിട്ടൊരു എന്റർടൈനറാണ് അനുമോൾ. അതായത് ആൾക്കാരെ കയ്യിലെടുക്കുക, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഒരു പ്രോ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അനുമോൾ. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും അതേ ട്രാക്കിൽ തന്നെ അനുമോൾ വീണ്ടും പിടിച്ച് പോകുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഒരു കോമഡി ഇമേജിലേക്ക് എന്തായാലും അനുമോൾ പലപ്പോഴും പോകുന്നുണ്ട്. അതായത് പല പരിപാടികൾക്കും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലെ വിജയത്തിന് ശേഷം അനുമോളെ വിളിക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് അനുമോൾ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലൊരു പുറത്തൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വരെ ഒരു സംസാരിക്കുന്നതിന് എന്തായാലും ഇടയാകുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏഷ്യാനെറ്റിന്റെ വക ഒരു പരിപാടി ഉണ്ടാവും. അതിനകത്ത് ഈ KS ചിത്രയും അനീഷും അനുമോളും എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പൊ അവിടെ വെച്ചാലും ആങ്കറായിട്ടുള്ള മിഥുൻ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ചും അതിന്റെ പേരിൽ കുറച്ച് കേട്ടിട്ടുള്ളതാണ്. അതായത് കുറച്ച് ലോക കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും ആയിക്കോട്ടെ, ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് അനുമോൾക്ക് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഒരു ധാരണയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഒരു അറിവില്ല. അപ്പൊ അതിന്റെ പേരിൽ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ചും കുറച്ച് കേട്ടതാണ്. അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ലാലേട്ടൻ കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ നടത്തിയ സമയത്താണെങ്കിൽ പോലും അനുമോൾക്ക് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഒരു ധാരണയോ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരം കൊടുക്കാനൊന്നും അനുമോളെ കൊണ്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ അത് തന്നെ കുറച്ച് പുറത്ത് വലിയ രീതിയിൽ ട്രോളുകളായും മറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ഒരു കാര്യം ആവർത്തിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു ചിരിക്കാനുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആകും എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ട് ഇവർ നടത്തുന്നതാണോ എന്നറിയില്ല. ഒരു പരിപാടിക്കിടയിൽ RJ ഇതിന് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾക്ക് അതിന് ഉത്തരവോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന് ഉത്തരം കൊടുക്കുന്നതാണെങ്കിലും അനീഷാണ്. അപ്പൊ അതിനിടയിലാണെങ്കിലും ഇത്തരത്തിൽ അനുമോളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചിരി ഒരു ഫൺ മേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു തനിക്കൊന്നും അറിയില്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇമേജ് എന്തായാലും പുറത്തേക്ക് വളരെയധികം പോകുന്നുണ്ട്. അതായത് ഏഷ്യാനെറ്റിന് ഇതിനു മുന്നേയും നടത്തിയ പരിപാടിയിലാണെങ്കിലും നമ്മൾ കണ്ടതാണ് അവിടെ അനുമോളെ എത്തരത്തിലാണ് ട്രീറ്റ് ചെയ്ത് ഒരു കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അതായത് വളരെ മോശം ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു സ്റ്റാർ മാജിക്കിലൊക്കെ എന്തായിരുന്നു അനുമോൾ. അപ്പൊ ആ ഒരു ട്രാക്കിനെ പിടിച്ചാണ് വീണ്ടും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വിന്നർ ആയിട്ടുള്ള അനുമോൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് നിലവാരം താഴോട്ട് പോകുന്ന ഒരു ഫീൽ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും അനുമോൾക്കെതിരെ ഒരു ഹെയ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. കാര്യം ബിഗ് ബോസ് ഹൗസിലേക്ക് 100 ദിവസത്തിൽ നിന്ന് കപ്പടിച്ച് പുറത്തിറങ്ങിയ ഒരു അനുമോൾക്ക് ഇതുപോലത്തെ രീതിയിലുള്ള പരിപാടികളിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്ന ഒരു സ്റ്റാർ മാജിക്കിലുള്ള ഒരു ഇമേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനു മുന്നേയുള്ള പരിപാടികളുടെ ഒരു ബേസിലൊന്നുമില്ല. ഇപ്പൊ കൂടുതലും ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള സാധ്യതകൾ അനുമോൾക്ക് മുമ്പിൽ ഓപ്പൺ ആയി കിട്ടുന്ന ഒരു ബിഗ് ബോസ് ഹൗസിലെ ഒരു വിന്നർ എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കൊണ്ട് അല്ലെങ്കിൽ അത്രയധികം ഒരു പ്രേക്ഷക പിന്തുണ ഉള്ള ഒരാളാണ് അനുമോൾ എന്നുള്ളൊരു ബേസിൽ തന്നെയാണ് ഉറപ്പായിട്ടും ഇതുപോലത്തെ രീതിയിലുള്ള പരിപാടികളിലേക്ക് എന്തെങ്കിലും വിളിക്കുന്നത്. അപ്പൊ അതുപോലത്തെ രീതിയിലുള്ള ഒരു പരിപാടികളിൽ പോകുന്ന സമയം അനുമോൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റിലൂടെ താഴോട്ട് പോകാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി നിലനിർത്തി കൊണ്ടുപോകാനും കുറച്ചും കൂടി ഒരു മോളിലേക്ക് കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും അതൊരു ഉപകാരപ്പെടും എന്തിനാണ് പേഴ്സണലി എനിക്ക് എന്തായാലും പറയാനുള്ളത്. കാര്യം അനുമോളുടെ ഒരു ക്യാരക്ടറിലോ മറ്റു കാര്യങ്ങളോ ഒന്നും യാതൊരു മാറ്റങ്ങളോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി അനുമോൾ കരുതിക്കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഒരിത്തിരി നെഗറ്റീവായിട്ട് ഉറപ്പായിട്ടും അത് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കുറച്ച് അനുമോളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത്.